പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനാഥോത് ഗോസ്പൽ മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങളുണ്ടായിരിക്കാം, കണ്ണുനീരൊഴുക്കിയ കൈപ്പേറിയ ചില അനുഭവങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഒരു മാറ്റം വരുത്തുവാനായി പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. യോനയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, 1-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വിളി, അരുളപ്പാടും സ്തോത്രം, യോനയുടെ അനുസരണക്കേടും അതിൻ്റെ ശിക്ഷാവിധിയൊക്കെയാണ്. എന്നാൽ 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് മുതൽ യോന ദൈവത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ടിടയായിത്തീരുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ അകത്ത് എവിടേക്കോ ക്ഷീണിച്ച് ഹല്ലേലൂയ പ്രാണൻ പോലും വിടുവാൻ തയ്യാറായി. ഹല്ലേലൂയ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എൻ്റെ അവസ്ഥ എന്തായി തീരും, സ്തോത്രം, എനിക്ക് ആത്മീകമായി വളരുവാൻ കഴിയുന്നില്ല, എനിക്ക് ഭൗതികമായി വളരുവാൻ കഴിയുന്നില്ല, മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ വളരെ ക്ഷീണത്തോടെ പ്രയാസത്തോടെ പ്രാണൻ പോലും ക്ഷീണിച്ചു പോകുന്ന അനുഭവത്തിൻ്റെ അകത്ത് ആരെങ്കിലും ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, ഈ വർഷക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുവാനിട്ടിടയായിത്തീരും. നിങ്ങളുടെ ഭാരങ്ങൾ മാറിപ്പോകുന്ന, നിങ്ങളുടെ വേദനകൾ മാറിപ്പോകുന്ന, നിങ്ങളുടെ ദുഃഖങ്ങളും വിലാപങ്ങളും മാറിപ്പോകുന്ന ഒരു വർഷമാക്കി ദൈവം ഈ വർഷത്തെ അനുഗ്രഹിക്കുവാനായി പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: സ്തോത്രം, ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. ഹല്ലേലൂയ. യോനയോട് ദൈവം സംസാരിച്ചത്, ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ യോന മറന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു. സ്വന്തം ഇഷ്ടപ്രകാരം യോന ഇറങ്ങി തിരിച്ചപ്പോഴും ദൈവത്തിന്റെ വാക്ക് അവൻ മറന്നു കളഞ്ഞു, ദൈവത്തെ അവൻ മറന്നു കളയുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഒരു പ്രതിസന്ധി അവന്റെ ജീവിതത്തിന്റെ അകത്ത് കടന്നു വന്നപ്പോൾ, ഒരു വേദനയുടെ അനുഭവം തന്റെ ജീവിതത്തിന്റെ അകത്ത് കടന്നു വന്നപ്പോൾ യോന പിന്നെയും ദൈവത്തെ ഓർക്കുവാനായിട്ടിടയായിത്തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രാണനുള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഹല്ലേലൂയ യോന ദൈവത്തെ ഓർക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, വേദപുസ്തകത്തിന്റെ അകത്ത് ദൈവം ഓർത്തവരും ദൈവത്തെ ഓർത്തവരെയും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവം ഹന്നയെ ഓർത്തു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ കൈപ്പേറിയ ചില അനുഭവങ്ങൾക്കകത്ത് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ, ഞെരുക്കത്തോടെ വേദനയോടെ ഭാരത്തോടെ ആയിരുന്നപ്പോൾ ദൈവം ഹന്നയെ ഓർക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, സ്തോത്രം, ഹന്നയെ പോലെ ആരെങ്കിലും ഹൃദയ നുറുക്കത്തോടെ വേദനയോടെ ദൈവസ്ഥലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ദൈവം പരിഹാരം തരും. സ്തോത്രം, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ദൈവം നോഹയെ ഓർത്തു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. സ്തോത്രം, ഉൽപ്പത്തിയുടെ പുസ്തകം 19-29 അബ്രഹാമിനെ ദൈവം ഓർത്തു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അനേകം പേരെ ദൈവം ഓർത്തു എന്ന് ഹല്ലേലൂയ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, 2026 ദൈവം നിങ്ങളെയും ഓർക്കുവാനായിട്ടിടയായിത്തീരും. നിങ്ങളുടെ വിഷയത്തിന്റെ അകത്തും ദൈവം മറുപടി തരുവാനായിട്ടിടയായിത്തീരും. പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നു പോകാറുണ്ട്. സ്തോത്രം, സുഖത്തിലിരിക്കുമ്പോൾ സകലം നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകും. സന്തോഷത്തിന്റെ സമയങ്ങളിൽ ഹല്ലേലൂയ ഏറ്റവും നല്ല നിമിഷങ്ങൾ നമ്മൾ ദൈവത്തെ മറന്നു പോകും. പക്ഷേ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ അകത്ത് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കും, യോനയെ പോലെ. സ്തോത്രം, അങ്ങനെയല്ല, ഏതു സമയവും ദൈവത്തെ നമ്മൾ ഓർക്കുവാനായിട്ടിടയായിത്തീരണം. ദൈവത്തിന്റെ വിളി, തിരഞ്ഞെടുപ്പ്, ദൈവകൽപ്പനകൾ നമ്മൾ ഓർക്കുവാനായിട്ടിടയായിത്തീരണം. എന്നാൽ ദൈവപൈതലേ, ഹല്ലേലൂയ, അപ്പനും അമ്മയും നമ്മൾ മറന്നു പോകുമ്പോഴും, നമ്മുടെ സ്നേഹിതരും സഹോദരങ്ങളും നമ്മളെ മറന്നു പോകുമ്പോഴും ദൈവം നമ്മെ ഓർക്കുവാനായിട്ടിടയായിത്തീരും. പല വിഷയങ്ങളും നമ്മൾ ഡയറിക്കകത്ത് എഴുതി വെച്ച് മറന്നു പോയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു മറന്നു പോയിട്ടുണ്ട്. ദിവസത്തിൽ ആഗ്രഹിച്ചു മറന്നു പോയിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ വിഷയങ്ങൾ എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ
സെലുത്തി. ആമേൻ സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിച്ചും അടുത്ത വിഷയങ്ങൾ ആമേൻ ഹല്ലേലൂയ കണ്ണുനീര് ഒഴുക്കിയ ഉപവസിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ആമേൻ എന്തുകൊണ്ടും മറുപടി ലഭിച്ചില്ല എന്ന് കരുതി ആമേൻ സ്തോത്രം പ്രാർത്ഥനയിൽ മടുത്തുപോയി. ആമേൻ ആ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് ആമേൻ ആ ഡയറിയൊക്കെയും ആമേൻ ഹല്ലേലൂയ ഉപേക്ഷിച്ച് ആമേൻ വളരെ ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധി നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മറുപടിക്കുള്ള സമയം ആമേൻ ഹല്ലേലൂയ അതിവിദൂരമല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഈ വർഷക്കാലം ദൈവം നിങ്ങളെ ഓർക്കുമാറാകട്ടെ എന്ന് ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസ്ഥലെത്തി അതിനുള്ള മറുപടി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വചനത്തിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.